ഹൈ ഓൾ. അതായത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ലാബ് എക്സാം ആണ്. അതായത് ഞങ്ങൾ കാത്തിരുന്ന 2 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ലാബ് എക്സാം. അതായത് ഞങ്ങൾ ഈ ഡിഗ്രി കോഴ്സ് എടുത്തിട്ട് ഇതുവരെ ലാബ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഫസ്റ്റ് സെം കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, ഫോർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തേർഡിൻ്റെയും ഫോർത്തിൻ്റെ അതായത് സെക്കൻഡ് ഇയറിലെ ലാബ് എക്സാം ഈ തേർഡ് ഇയറിലാണ് നടക്കുന്നത് ഞങ്ങളുടെ. അപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ മാക്സിമം അത് 3-4 ദിവസമായിട്ട് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് സെറ്റാണ്. പക്ഷേ ഏത് രീതിയിൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. ഔട്ട്പുട്ട് കിട്ടുമോ, പിന്നെ കുട്ടി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ ഔട്ട്പുട്ട് എഴുതണം ഏത് രീതിയിലാണ് അതൊന്നും നമുക്ക് അറിയാവുന്ന കാര്യമല്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചരിത്രമൊക്കെ മാറ്റിക്കുറിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എങ്ങനെയാന്നൊക്കെ. അപ്പോൾ അതും കൂടാതെ ഇന്ന് 1K സബ്സ്ക്രൈബേഴ്സായി. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്, അതായത് അവരെ ഒരുപാട് ചോദിക്കുന്നുണ്ട് 1K അടിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ലേ എന്നൊക്കെ. അപ്പോഴത്തേക്കും നമുക്ക് എൻ്റെ രീതിയിൽ, എന്നെ പറ്റുന്ന രീതിയിൽ അവർക്കൊരു ചെറിയ കുട്ടി സെലിബ്രേഷൻ പോലെ ഒരു ചെറിയ ട്രീറ്റും കൊടുക്കണം എന്നുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു കുഞ്ഞു കുട്ടി വ്ളോഗാണിത്. എക്സാം അല്ലേ വിച്ച് നിനക്ക്? ആണല്ലേ. എന്ത് ഡീസന്റ്. ഹരി എക്സാം അല്ലേ, വാ പോവാം. നീ അടുത്തത് സൂപ്പറാ. നമ്മളെന്തിനാ നിൽക്കുന്നേ? എന്താണ് പറയാനുള്ളത് ചലനെ പറ്റി? ഒന്നുമില്ല ഹരി. സെൽഫി അല്ല മീ. എന്നാടാ അമ്മ കഴിക്കണേ? അമ്മ എന്നാ അമ്മ കഴിക്കുന്നേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് കണ്ടു ഇതിനകത്തില്ല. നമ്മളെ ഡീസന്റ് അതെങ്ങനെ വായിച്ചൊക്കെ പറയുന്ന കാര്യം എന്റെ അമ്മ എന്നെ എടുക്ക മോമി വണ്ടി ഓടിക്കാൻ ആണല്ലേ. വിച്ചു എന്നാ പറയാനുള്ളേ? സ്വന്തം വണ്ടിയൊന്നും എന്റെ വരും എടുത്ത വണ്ടി. എൽബിനെ നീയോ സ്റ്റാർട്ട് ആക്ക. വിച്ചു എന്നാ അമ്മ ഇന്ന് സ്പെഷ്യല്? പരിപ്പുവടയാണ് ഇന്നത്തെ സ്പെഷ്യല്. ഹായ്. എൻ്റെ 3 വ്ളോഗിലും, അല്ല 3 എൻ്റെ 2 വ്ളോഗിൽ ഈ മെയിൻ താരമാണ്. സ്കൂളൊക്കെ വിട്ട് വന്നേക്കുവാണ്, മടുത്ത്. ഇന്ന് എന്നാ പഠിപ്പിച്ചേ? ജികെ മാത്രം പഠിപ്പിച്ചുള്ളൂ? ഇംഗ്ലീഷും പഠിപ്പിച്ചു. മലയാളവും പഠിപ്പിച്ചു. വേറെന്നാ പഠിപ്പിച്ചേ? ഇല്ലേ, വേറൊന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന്.
പിന്നെ എന്നാ ഉണ്ട് വിശേഷം സ്കൂളിൽ? ഒന്നുമില്ല. ഒന്നുമില്ല, വിശേഷം ഒന്നുമില്ല സ്കൂളിൽ. പടമൊക്കെ വരപ്പിച്ചിരുന്നു? എന്നെ പറമ്പലില്ലായിരുന്നു. പടം വരെ ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് മൊത്തം പഠിപ്പീരായിരുന്നല്ലേ? അല്ല, പിന്നെ കളിപ്പിച്ചു. കളിപ്പിക്കുകയും ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കാൻ, ഇനിയിപ്പം ചായയും ഒക്കെ കുടിക്കാനുള്ള പോക്കാണ്. ബൈ ദ എൻഡ് ഓഫ് ദ വ്ളോഗാണിത്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ, അത് രാവിലെ പേടിച്ച രീതിയിൽ ഭയങ്കര മാറ്റിക്കുറിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ, അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ വളരെ സന്തോഷം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം. പിന്നെ എനിക്ക് കുറച്ച് എന്തൊക്കെയാണ്, അതായത് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു, അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നമൊക്കെ ഒന്ന് വന്നുള്ളൂ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇത്രേ ഉള്ളൂ. വൈകിട്ട് വന്ന് എൻ്റെ ഒരു ഓവറോൾ ഡേ ഇൻ ദ കോളേജ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.